ഹായ് ഗായ്സ്, വെൽക്കം ടു റൂട്ട്സ് ആൻഡ് റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നല്ല മുരിങ്ങയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയ്ക്കയുടെയൊക്കെ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ അധികം മുരിങ്ങയ്ക്ക വേസ്റ്റായിട്ട് കളയുന്നുണ്ട്. പക്ഷേ ആ മുരിങ്ങയ്ക്ക ഒന്നും നമ്മൾ വേസ്റ്റായിട്ട് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക അച്ചാർ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 6 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അച്ചാറായിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയതാണ്. പിന്നീട് ഈ അച്ചാറിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 7 മുരിങ്ങയ്ക്കയുണ്ട്. അത് ഒരുവിധം നല്ല മുരിങ്ങയ്ക്കയാണ്. ഒത്തിരി അങ്ങ് കനം കുറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മൂത്തതും ആകരുത്. ഇങ്ങനെ അരിയൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലെയൊക്കെയുള്ള മുരിങ്ങയ്ക്ക ആയിരിക്കണം നമ്മൾ എടുക്കാൻ. കാരണം ഇങ്ങനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ മുരിങ്ങയുടെ ഈ അരിയൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള മുരിങ്ങയ്ക്ക ആയിരിക്കണം എടുക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ ചീകി അത് കളയരുത്. അത് കളഞ്ഞു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അച്ചാറുണ്ടാക്കുമ്പം ഇതങ്ങ് ഒത്തിരി അങ്ങ് എല്ലാം കൂടെ മിക്സായി കേടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്ത് ഇത് ചെറിയതൊരു 2 ഇഞ്ച് കനത്തിൽ 2 ഇഞ്ചായിട്ടുള്ള നീളത്തിൽ വേണം ഇത് നമ്മൾ കട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഇതിനാവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 100 ഗ്രാം പുളിയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ വൃത്തിയാക്കിയ പുളിയാണിത്. 100 ഗ്രാം പുളി വേണം. അതുപോലെ തന്നെ ഞാനൊരു 3 തുടത്തോളം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനൊരു 1/2 കിലോയോളം എള്ളെണ്ണ വേണം. എള്ളെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കഴുകണം. കഴുകിയതിന് ശേഷം ഒരു ഉണങ്ങിയ തുണിയെടുത്ത് ഇത് നല്ലതുപോലെ അങ്ങ് തുടച്ചെടുക്കണം. തുടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായി ഒന്നും അതിൽ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചാർ കേടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഉണങ്ങിയ തുണിയെടുത്ത് കോട്ടൺ തുണി കൊണ്ട് ഇത് നല്ലതായിട്ട് തുടച്ചിട്ട് വേണം ഇത് 2 ഇഞ്ച് നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അച്ചാറുണ്ടാക്കാൻ തുടങ്ങേണ്ടത്. പിന്നെ അത് കുറച്ച് സമയം ഫാൻ്റെ കീഴിൽ വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളമയം എല്ലാം തോർന്ന് കിട്ടും. അടുത്തതായിട്ട് ഞാൻ ഈ മുരിങ്ങയ്ക്ക അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന പുളി നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലാക്കിയിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കും. എന്നുവെച്ചാൽ ഈ പുളി ഒന്ന് നല്ലതുപോലെ അലിഞ്ഞ് എല്ലാം റെഡിയായിട്ട് നല്ലതായിട്ട് അലിയിക്കണം. അലിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഈ പുളി ഞെരടി അത് ഒരു അരിപ്പക്കകത്ത് വെച്ച് അരിച്ച് ആ പുളി മൊത്തം നല്ലതുപോലെ അരിച്ച് വൃത്തിയാക്കി എടുക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സ്മൂത്തായിട്ടൊക്കെ വരും. അപ്പോൾ അത് നല്ലതുപോലെ അങ്ങ് നമ്മളൊരു കീഴ്ത്തയുള്ള ഒരു അരിക്കുന്ന ഒരു പാത്രം ഇട്ട് ആ പാത്രത്തിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഈ ക്ലീൻ ചെയ്ത് അരിച്ചെടുക്കണം ഈ പുളിയെ. അപ്പം ഞാൻ ആ പുളിയാണെങ്കിൽ വെള്ളം ഒഴിച്ചത് നല്ലതുപോലെ തിളപ്പിച്ച് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഇതേപോലെയുള്ള ഒരു സ്പൂണിന് 1.5 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണം നമുക്കിപ്പം. അപ്പോൾ ആ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉലുവ ഒന്ന് മൂക്കണം. അതായത് ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമ്മൾ ഉലുവ വറുത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അതേ സ്പൂണിന് തന്നെ 1.5 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ചൂടാക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂണോളം അത്രയും മതി. ഇത്തിരി നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 3ഉം കൂടെ നല്ലതുപോലെ, അപ്പോൾ ഈ കടുക് പൊട്ടുമൊന്നും വേണ്ട, ഈ ഉലുവയുടെ കൂട്ടത്തിലിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ജീരകവും കടുകും കൂടെ. എന്നിട്ട് ഇത് ചൂടാക്കിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ഒരു ഒരു സ്പൂണല്ല ഒരു തവിയാണ്. അപ്പോൾ ഈ തവിക്ക് ഇത്രയും ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാമിന് മുകളിലുണ്ട്, ഒരു 50-60 ഗ്രാമോളം ഉണ്ട് ഉപ്പ്. അപ്പോൾ ഞാൻ ആ ഉപ്പും അതിനകത്തിൽ തന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇതും കൂടെ ഇതിലോട്ടിട്ട് ഇത് ഞാൻ പൊടിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പുളി ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ ഇതുപോലെ ആയല്ലോ പുളി. അപ്പോൾ ഇതിനെ ഞാൻ ഒരു അരിപ്പ പാത്രം എടുത്ത് ഇത് അതിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ എടുത്ത് അരിച്ചെടുക്കണം. ഇത് കണ്ടല്ലോ, ഇതേപോലെയുള്ള ഒരു അരിപ്പ പാത്രം എടുത്തു. ഞാൻ ഈ അരിപ്പയ്ക്കകത്തിലോട്ട് ഈ പുളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം തന്നെ ഇതേപോലെ നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. ഈ പുളി ഇങ്ങനെ നല്ലതുപോലെ അരിച്ചെടുക്കുക. അങ്ങനെ മുരിങ്ങയ്ക്ക അച്ചാർ റെഡിയാക്കാൻ പോവാണ്. ഇതേപോലെ വേണം മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെക്കാൻ, ഒത്തിരി വലിപ്പമൊന്നും ആകരുത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. അതിന് ഞാൻ അതുപോലെ തന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുകയാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 400 ഗ്രാമോളം എള്ളെണ്ണയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കുപ്പിയിൽ ഇതെല്ലാം 2 ബോട്ടിൽ എണ്ണയാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ 2 ബോട്ടിലെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 200-ൻ്റെ വീതം 2 ബോട്ടിലാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. ഈ എള്ളെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്തേക്ക് ഈ മുരിങ്ങയ്ക്ക ഈ എണ്ണയ്ക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഈ മുരിങ്ങയ്ക്ക എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരും. ഞാൻ കാണിക്കാതെ. അപ്പോൾ ഇതിങ്ങനെ ഈ മൊത്തം മുരിങ്ങയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങയ്ക്ക മൊത്തം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഈ മുരിങ്ങയ്ക്ക ഞാൻ ഈ എണ്ണയ്ക്കകത്തിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയ്ക്കകത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഈ മുരിങ്ങയ്ക്ക ഒന്ന് ഒരുവിധം ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് ആ മുരിങ്ങയ്ക്ക വെന്തും നമുക്കറിയാം. അപ്പോൾ മുരിങ്ങയ്ക്ക വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കുറുകി വെച്ചിരുന്ന ആ പുളിവെള്ളം ഉണ്ടല്ലോ, പുളി അരിച്ച് വെച്ചിരുന്ന പുളി ഇതിങ്ങനെ ഒരു പാത്രത്തിലാക്കി നല്ലതുപോലെ തിളപ്പിച്ച് ഇത് കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കയുടെ പച്ച ടേസ്റ്റുമൊക്കെ ഒന്ന് മാറി ഇതേപോലെ ഈ പരുവത്തിന് നമ്മളിങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതെല്ലാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം ഒത്തിരി മൂത്തും പോകരുത്. അങ്ങനെ ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഇതും വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് മുറിഞ്ഞൊക്കെ വരും. അങ്ങനെ ഇത് മൊത്തം ഞാനിത് മാറ്റുവാണ്. അപ്പോൾ ഞാൻ ആ മുരിങ്ങയ്ക്ക എല്ലാം ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കടുക് നമ്മൾ വറക്കുന്നതിന് ആവശ്യത്തിനുള്ള കടുക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുകിൻ്റെയൊക്കെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കുറച്ചേറെ ചേർക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കറിവേപ്പിലയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ ഈ അടുപ്പ് വെച്ച് തിളപ്പിച്ച ആ പുളി ഉണ്ടല്ലോ, അതിങ്ങനെ കുറുകി നല്ലതുപോലെ ഇതിങ്ങനെ കുറുകി വരണം. അതിങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാനത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആറണം. ഇതൊക്കെയായിട്ട് ഇതിലേക്ക് ഞാൻ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് വറ്റൽമുളക്, ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഇത്രയും ഈ സ്പൂണിന് ഒരു 3/4 സ്പൂണ് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് അപ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയും ഈ കടുവൊക്കെ എല്ലാം വറുത്തതും ഇതെല്ലാം കൂടെ നോക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഒരു പച്ചവാസന മണമൊക്കെ മാറി ഇപ്പം നല്ല ഒരു വറവിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നിറമൊക്കെ ആകണം വെളുത്തുള്ളി. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന പുളി, അതായത് ഈ പുളി ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ കുറുകും. ഇങ്ങനെ എണ്ണ കഴിഞ്ഞിങ്ങനെ ഇത് കുറുകും. അപ്പോൾ അങ്ങനെ ഈ പുളിയും ഈ കടുവറുത്തതിനകത്തിലിട്ട് ഇങ്ങനെ തിളപ്പിക്കുകയാണ് ഞാൻ. ഇതിങ്ങനെ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഉപ്പും ഉലുവായും കടുകും കൂടെ പൊടിച്ചതുണ്ടല്ലോ, ആ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
കൊടുത്തതിന് ശേഷം ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ, ഈ എണ്ണയെല്ലാം മണ്ടയ്ക്കായിട്ടുണ്ട്. പുളിയാണെങ്കിൽ പുളിയെല്ലാം നല്ലതായിട്ട് കുറുകി അതിൻ്റെ കണ്ട ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് അതാണ് ആ പുളിയുടെയാണ് ആ ഗ്രേവി വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ സ്റ്റൗവാണ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ മുളക് പൊടി പിന്നീടാണ് അത് മിക്സ് ചെയ്യേണ്ടത്. ചൂടോടെ ഇട്ട് കൊടുക്കരുത്. ചൂടോടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ മുളക് പൊടിയുടെ നിറവും പോകും, പിന്നെ ഒരു രുചിയും കിട്ടത്തില്ല. അപ്പോൾ ഞാനിനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഈ അച്ചാറിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ എണ്ണയൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ എണ്ണയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അച്ചാറിൻ്റെ മുകളിൽ കിടക്കത്തക്ക വിധത്തിലേ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാവുള്ളൂ. കാരണം എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഈ അച്ചാർ കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ മുരിങ്ങയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് മുരിങ്ങയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ഒരു അച്ചാറാണ് ഇത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അച്ചാർ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഒരിക്കലും അച്ചാറുകളൊന്നും സൂക്ഷിക്കരുത്. ഞാൻ ഈ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലേക്ക് ഞാൻ ഈ അച്ചാർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ മുരിങ്ങയ്ക്ക അച്ചാറിൻ്റെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും മുരിങ്ങയ്ക്ക അച്ചാർ വെക്കണം. വെച്ചിട്ട് ഇഷ്ടപ്പെടുന്നു എങ്കിൽ എനിക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.